ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കളിച്ചാലോ ഗേസ്. ഈ ഫസ്റ്റിൽ തന്നെ എൻ്റെ നാക്കൊന്നും വഴങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി ഗെയിം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ദാ ഈ പൂക്കൾ പോലുള്ളൊരു റൗണ്ടില്ലേ, അതിങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോഴത്തേക്കും ബൂം എന്നും പറഞ്ഞിട്ട് നമ്മളെ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് കൗണ്ട് ചെയ്യാനൊക്കത്തില്ല കേട്ടോ. എപ്പോഴാണ് ഇവൻ സ്റ്റാർട്ട് ആകുന്നതെന്ന് അറിയത്തില്ല. ലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അതായത് ഈ ഗെയിം വളരെ സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഗെയിം കളിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ റൂൾസൊക്കെ നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ ദാ 1 മുതൽ 30 വരെയുള്ള ഗെയിംസ് ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീൻസ് അതിൽ 1, 2, 3 അങ്ങനെ വെച്ചിട്ടുള്ള നമ്മളുടെ എതിരാളികളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗെയിം അത്ര ഒരു സുഖമില്ല. പക്ഷേ ആദ്യമായിട്ട് ഈ ഗെയിം കളിക്കുന്നവർക്ക് ആദ്യം മുതലേ തന്നെ കളിച്ചു തുടങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലെവൽ 13 മുതലുള്ള ഗെയിം. അപ്പോൾ കുറച്ച് ഗെയിം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദാ ചേട്ടന് ഭയങ്കര ധൃതിയാണ് കേട്ടോ. ഗ്രീൻ ഷർട്ട് ഇട്ട ചേട്ടനുണ്ട്, അത് നൈഫും പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗെയിമിലേക്ക് കയറിയിട്ട് കളിച്ച് തുടങ്ങണമെന്നുള്ള വ്യഗ്രതയിലാണ് ചേട്ടൻ. അപ്പോൾ നമുക്ക് എന്തായാലും ചേട്ടനെ അധികം നേരത്തെ മുഷിപ്പിക്കണ്ട, നമുക്ക് വേഗം ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടേത് പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളൊക്കെയാണ് കേട്ടോ. പക്ഷെ ഭയങ്കര പ്രശ്നമാണ്, ഇവന്മാർ വേഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പണി പാളും. അപ്പോൾ ഞാൻ ഇവനെ ആദ്യം തന്നെ സെറ്റാക്കി. ഇവൻ ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ 2 പേരെ നമ്മളിപ്പോൾ ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ കീ ഉണ്ട്, അത് നമ്മൾക്കൊരു എടുത്തു വെക്കാം. അപ്പോൾ നമ്മളുടെ നമുക്കത് പുറകെയുള്ള ഗെയിംസിനൊക്കെ ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഡയമണ്ടൊക്കെ കിട്ടാനുണ്ട്. ഇപ്പോൾ നമുക്ക് ബോണസ് ഗെയിം, ഇപ്പോൾ ഗെയിമിൻ്റെ കുറച്ച് ഡയമണ്ട് നമുക്ക് കിട്ടും. അതല്ലാണ്ട് നമുക്ക് ഇതിൽ ഇവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളപ്പം ഇവരെ ഫൈറ്റ് ചെയ്ത് ഇവരുടെ കയ്യിലുള്ള കുറച്ച് നിധികളായിട്ടുള്ള ഡയമണ്ട് നമ്മൾ കളക്ട് ചെയ്തെടുക്കും. അപ്പം ഇനി സാഹസികമായിട്ടുള്ള ഗെയിം വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ പ്ലേ ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ ആപ്പ് തന്നെയാണ് ഡോഡിവറി. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കട്ടെ. ഇനി നമുക്ക് 3 പേരുടെ ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അവരെ കൂടെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമുക്കത് ഇവിടേക്ക് ഒളിച്ചിരിക്കാം. പക്ഷേ ഇവന്മാരുടെ കീ ഞാൻ ഫസ്റ്റ് എടുത്തു കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ട് നമുക്ക് ഇനി പോകാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിലൂടെ പോകാനൊക്കത്തുള്ളൂ, ഈ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരാളുണ്ട്, അയാളെ നമുക്ക് ഇവന്മാരുടെ ഈ ലൈറ്റിലുണ്ടല്ലോ, ലൈറ്റിൽ നമ്മൾ ചെന്ന് പെടുവാണെങ്കിൽ ഒരു രക്ഷയില്ല. അവന്മാർ നമ്മളെ എന്നാ പറയുക, നമ്മളെ എയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റാണ് ഇത്. അപ്പോൾ നമ്മളെ ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കഥ കഴിക്കുന്നതാണ്. സോ അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗെയിം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. നമുക്ക് എത്ര ഡയമണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മളുടെ ഗോൾഡൻ പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഡയമണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, നമുക്ക് ഗിഫ്റ്റായിട്ട് തരാനുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഗെയിം നമ്മൾ 3 ചാവി നമ്മൾ കൈക്കലാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാനുള്ളതെന്നല്ല, ഓൾറെഡി ഞാൻ കുറച്ച് ഗെയിം കളിച്ചു കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഈ ഇനിയുള്ള ഗെയിം നമുക്ക് ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കളിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നമുക്ക് 75 പിന്നെ നമുക്ക് ഡയമണ്ട് നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. 1100 ഡയമണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 നമുക്ക് കീ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ചാവി ഇട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ മറിഞ്ഞിരിക്കുന്ന കുറച്ച് എമൗണ്ട് ഉണ്ട്, അതുകൂടെ നമുക്ക് പ്രൈസായിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ 6 കോളത്തിൽ ഏതെങ്കിലും ഒരു കോളം ഒന്ന് ഫസ്റ്റ് നോക്കട്ടെ കേട്ടോ. നമുക്ക് 100
കിട്ടുന്ന ഏതെങ്കിലും ഒരു എണ്ണത്തിൽ 100 ഉണ്ടാവും. പിന്നെ അതിൽ താഴെയുള്ള സംഖ്യയാണ്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്ത് 75 ആണ് ഞാൻ നേടിയിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വണ്ണ് ഇത് 50 കിട്ടിയിട്ടുണ്ട്. 100 ഒന്നും ഇല്ല, 100 കിട്ടിയിട്ടോ. അപ്പോൾ 175 50 എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക്? കണക്ക് ഇത്തിരി പുറകിലോട്ടായതുകൊണ്ട് എന്തായാലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ ഡോറൊന്നും ഇല്ല കേട്ടോ. ഡോറൊന്നും ഇല്ല, ഇങ്ങനെ ഒളിച്ചിരിക്കണം. നമ്മൾ കുറച്ച് മരപ്പെട്ടിയും നമ്മൾ മതിലുകളുമാണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ശബ്ദം കേട്ടാൽ മതി, ഓടി വരുവന്മാർക്ക് ഭയങ്കര കേൾവിശക്തിയാണ് കേട്ടോ. കേൾവിശക്തിയാണ് അത്. കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് 5 പേര്, ഇപ്പോൾ 2 പേര് ലെഫ്റ്റാക്കി 3 പേര് കൂടെ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യത്തെ കളിയൊന്നും കളിക്കാതിരുന്ന മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 പേരൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പം നമുക്കൊരു സുഖം ഉണ്ടാകത്തില്ല, നമ്മൾ തന്നെ ജയിക്കും. നമുക്ക് എതിരാളികളില്ലാണ്ട് ജയിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഗെയിം സെലക്ട് ചെയ്തെടുക്കാൻ. ഞാൻ ഇവൻ ശരി മുടിയനായ പുത്രനെന്ന് പറയത്തില്ലേ, എന്നതുപോലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗെയിം നമ്മൾ വിജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത് നമ്മളപ്പോൾ 75 നമുക്ക് കിട്ടി. നമുക്ക് 15ാമത്തെ ലെവലിലോട്ട് പോകാനായിട്ട്. അപ്പോൾ 13, 14, 15 നമ്മൾ വിൻ ചെയ്തു. അപ്പം 15ാമത്തെ ഗെയിമിലോട്ട് പോവാണ്. ഇത് ഒരു ഭീകരനുണ്ട് കേട്ടോ. ഭീകരൻ എൻ്റെ അയ്യോ, നമ്മുടെ ട്രാപ്പിലാവോ ഈശ്വര. വിളിച്ചിരിക്കാൻ കീ എടുക്കട്ടെ. ഭീകരനെ ഞാനൊന്ന് അറ്റാക്ക് ചെയ്തിട്ട് റെഡി. ഭീകരൻ്റെ കാര്യം എന്തായാലും. അയ്യോ, ഇവൻ അയൺമാനാണെന്ന് തോന്നുന്നു. വൗ, അപ്പം നമ്മൾ അവരെ കൂടെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് ഒരു ലാവൻഡർ ബോക്സാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ടാപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഗെയിമിൽ നമ്മൾ ഒരു ചാവി കളക്ട് ചെയ്തിട്ടുണ്ട്. 65 ഡയമണ്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ടോട്ടൽ 1665 ഡയമണ്ടും ഒരു റൂബിയും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു സ്പെഷ്യൽ പാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാമല്ലോ ഓപ്പൺ ചെയ്ത്. നമുക്ക് പുതിയ പാക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാ പറയുക, ഒരു ഡയമണ്ടിൻ്റെ എന്താ ക്രിസ്റ്റൽ ഒരു നൈഫാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 16ാമത്തെ ലെവലാണ്. ന്യൂ നൈഫ് സെലക്ട്. നോക്കൂ ഗൈസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന നൈഫ് നല്ല ബ്ലൂ ക്രിസ്റ്റൽ. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇത് രക്ഷപ്പെട്ടു കേട്ടോ. വേഗം കൊന്നു കളയട്ടെ കേട്ടോ. ട്രിപ്പിൾസിനാണ് കേട്ടോ കൊന്നിരിക്കുന്നത്. നമ്മൾ സേഫാണ്. നമുക്കിത് ഇവിടെ മെഡിസിൻ ഉണ്ട് കേട്ടോ. ഈ ഗെയിമിൽ നമുക്ക് മെഡിസിൻ കിട്ടുന്നുണ്ട്. 16ാമത്തെ ലെവലിൽ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് കളക്ട് ചെയ്യാൻ ഡയമണ്ട് ഒരു സ്ഥലത്തുണ്ട്, 2 സ്ഥലമുണ്ട്. ഒരു ചാവിയുണ്ട്. ഇവനെ നമുക്ക് അടിച്ചു വിട്ടാൽ നമുക്ക് ഡയമണ്ടും കൂടെ എടുക്കാം കേട്ടോ. ഡയമണ്ട് കൂടെ എടുത്തിട്ട് വരട്ടെ. പക്ഷെ ഞാൻ ഇത്ര ഈസിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇവന്മാരെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെ കൺഫ്യൂഷനായി. പക്ഷെ ഉദ്ദേശിച്ച പറയാനൊക്കെ ഒത്തിരി ഇവന്മാർ തിരിഞ്ഞു വരുമെന്നേ. അപ്പോൾ നമ്മളതും ക്ലിയർ ചെയ്തേക്കണേ. 6 ഔട്ട് ഓഫ് 6 നമ്മൾ വിൻ ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് നോക്കാം. 1
അപ്പോൾ കേസ് നമ്മൾ 140 ഡയമണ്ടും 2 ചാവിയും കരസ്ഥാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1805 കേട്ടോ. അപ്പം നമുക്ക് ഈ 140 കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട്. പക്ഷേ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി 5 പേരുണ്ട് കേട്ടോ. ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇവന്മാർ എവിടെ കൂടെയാണ് വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. ഈ ഗ്രീനിൽ കയറി കഴിഞ്ഞാൽ സേഫാണെന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയായിരിക്കും. ഇവന്മാർ ഇടയ്ക്ക് കയറിയിരുന്നല്ലേ, നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല. കണ്ടാ, അവൻ എന്നെ കണ്ടുപിടിച്ച്. ഓക്കേ, ഡയമണ്ട് ഉണ്ട് കേട്ടോ. ഡയമണ്ട് എടുക്കട്ടെ. ചിലപ്പോൾ ഞാൻ ഡയമണ്ട് എടുക്കുന്നതിന് മുമ്പ് അവന്മാർ വന്ന് എന്നെ അറ്റാക്ക് ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ ഒരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലായിടത്തൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. ചിലപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴായിരിക്കും. ശരിക്കും അല്ലമ്പന്മാരാണെന്ന് ഇവർ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നേരത്തെ ഞാൻ കളിച്ചിരിക്കുകയും പരിചയമുള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്തിരി ഈസി ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ വിൻ ചെയ്തിരിക്കണം, വീണ്ടും വിൻ ചെയ്തിരിക്കുകയാണ്.